Okay, dear students. So first, let's go to the first clarification in section 16. That is in section 16.4. This is actually not an amendment. It is a clarification. Clarification meaning whatever you have learned in section 16.4, that still remains the same. There has been some issue relating to section 16.4 which has been clarified. So it is not an amendment. It is per se a clarification. Okay, so let's first understand what is section 16.4. Section 16.4, it talks about the time limit for claiming or availing, the time limit for claiming or availing ITC, input tax credit. Okay, so what does that mean? We'll take an example. Mr. X, a registered person, he is a supplier. He has supplied some goods or services to Mr. Y. Mr. Y is a recipient and Mr. Y is also a registered person. Mr. X is into the business of electronic store. Okay, he's doing electronics business. ഒരു ലാപ്ടോപ്പ് ആണ് he has supplied and he has raised a tax invoice. ഒരു tax invoice Mr. X issue ചെയ്തു on 16th March 2024. Okay, അതിനകത്തെ value he has shown as 1 lakh, GST 18,000. Let us assume it is interstate supply, so IGST 18,000, total 1,18,000. ഇങ്ങനെ ഒരു ഔട്ട്വേർഡ് സപ്ലൈ മിസ്റ്റർ എക്സ് നടത്തി. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ 18,000 മിസ്റ്റർ എക്സിന്റെ ഔട്ട്പുട്ട് ടാക്സ് ആണ്. So he has to pay this output tax of 18,000. Mr. Y, if he satisfies all the other conditions which are told in section 16.2, section 16.2 is a section which talks about the conditions for claiming ITC. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റർ വൈ ക്യാൻ ക്ലെയിം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓഫ് 18,000. ഓക്കെ, ഇതാണ് നമുക്ക് അറിയാവുന്ന പ്രൊവിഷൻ. പക്ഷേ മിസ്റ്റർ വൈ 18,000 rupees input tax credit, at what time will he take? We all know GST returns has to be filed monthly. Generally GST returns എങ്ങനെയാണ് ഒരാൾ ഫയൽ ചെയ്യുക? On a monthly basis ആണ്. അപ്പോ മാർച്ച് മാസത്തെ റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? 3B റിട്ടേണിലാണ് ITC ക്ലെയിം ചെയ്യുന്നത്. സോ മാർച്ച് മന്തിന്റെ റിട്ടേൺ ഹാസ് ടു ബി ഫൈൽഡ് ഓൺ ഓർ ബിഫോർ 20th April. അപ്പൊ മാർച്ച് മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മിസ്റ്റർ വൈ വിൽ ക്ലെയിം ദിസ് ITC പ്രൊവൈഡഡ് ഹി ഹാസ് സാറ്റിസ്ഫൈഡ് ഓൾ ദ കണ്ടീഷൻസ്. Great. Okay. What if he could not claim this ITC in his return for the month of March? Maybe അയാളുടെ 2B വന്ന് കാണത്തില്ല. Maybe he did not receive the invoice. Maybe he did not receive the goods in March. So it could be due to any reason. എന്തായാലും മാർച്ച് മന്തിന്റെ 3B ഫയൽ ചെയ്തപ്പോൾ why did not claim this ITC? അങ്ങനെയെങ്കിൽ what will happen? Nothing will happen. April മന്തിന്റെ 3B ഫയൽ ചെയ്യുമ്പോൾ he can claim. ഏപ്രിലും ക്ലെയിം ചെയ്തില്ല. അപ്പോൾ what will happen? മെയ് മന്തിന്റെ ക്ലെയിം ഫയൽ ചെയ്യുമ്പോൾ ഹി ക്യാൻ ക്ലെയിം. മെയ് മന്തും ക്ലെയിം ചെയ്തില്ല. അങ്ങനെയെങ്കിൽ അപ് ടു വാട്ട് ടൈം ഹി ക്യാൻ പുഷ് ദിസ് ക്ലെയിം ഓഫ് ITC? അതാണ് നമ്മുടെ സെക്ഷൻ 16.4 പറയുന്നത്. ഇസ് ദർ എനി ടൈം ലിമിറ്റ് ഫോർ വൈ വിതിൻ വിച്ച് ഹി ഷുഡ് ക്ലെയിം ദിസ് ITC? ദി ആൻസർ ഇസ് യെസ്. ITC ക്ലെയിം ചെയ്യാനായിട്ട് ദർ ഇസ് എ ടൈം ലിമിറ്റ്. എന്താണ് ആ ടൈം ലിമിറ്റ് പറയുന്നത്? അതാണ് സെക്ഷൻ 16.4 പറയുന്നത്, ടൈം ലിമിറ്റ് ഫോർ ക്ലെയിമിംഗ് ITC. അതിനകത്ത് പറയുന്നത് ഈ ടാക്സ് ഇൻവോയ്സ് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് നോക്കുക. ഏത് ഫിനാൻഷ്യൽ ഇയർ ആണത്? 23-24. അങ്ങനെയെങ്കിൽ ഈ ടാക്സ് ഇൻവോയ്സിലുള്ള ഈ GST ITC ആയിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് 2 ഡേറ്റ്സ് എടുക്കുക, വിച്ച് ഇസ് 30th November ഓഫ് ദ സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയർ. ഇവിടെ സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏതാണ്? ഫിനാൻഷ്യൽ ഇയർ 23-24 മീൻസ് 1/4/23 to 31/3/24. ഇത് കഴിഞ്ഞ് വരുന്ന നവംബർ എന്ന് പറയുമ്പോൾ 30 November 2024 ഓർ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്, വിച്ച് ഇസ് ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ. ആനുവൽ റിട്ടേൺ ഇസ് ഇൻ ഫോം GSTR 9. That is to be filed only if the person's ATO is more than 2 crores. Yes, date of filing annual return for financial year 23-24, whichever is earlier. Okay. ഇതിനകത്ത് എന്താണ് അമെന്റ്മെന്റ്? ഇതിനകത്ത് ഒരു അമെന്റ്മെന്റും ഇല്ല. ഇതാണ് സെക്ഷൻ 16.4 പറയുന്ന പ്രൊവിഷൻ. അപ്പൊ അതിനർത്ഥം 30th November ഫയൽ ചെയ്യുന്ന റിട്ടേൺ, അത് ഏത് മാസത്തെ റിട്ടേൺ ആണോ അതിലെങ്കിലും ദിസ് ITC ഓഫ് 18,000 ഷുഡ് ബി ക്ലെയിംഡ് ബൈ മിസ്റ്റർ വൈ. അഥവാ അതിനുള്ളിൽ ക്ലെയിം ചെയ്തില്ലെങ്കിൽ പിന്നെ ITC മിസ്റ്റർ വൈക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദാറ്റ് ഇസ് വാട്ട് ഇസ് ടോൾഡ് ഇൻ സെക്ഷൻ 16.4. ഓക്കെ, ഇപ്പൊ എന്താണ് ക്ലാരിഫിക്കേഷൻ? വാട്ട് ഇസ് എ ക്ലാരിഫിക്കേഷൻ?
ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, പ്രോബ്ലം അല്ല, ദർ ഇസ് എ കൺഫ്യൂഷൻ. എന്താണ് അതിനകത്ത് കൺഫ്യൂഷനകത്ത് പറയുന്നത്? ഐ ഗിവ് യു എൻ എക്സാമ്പിൾ. ശ്രദ്ധിക്കണേ ഇത് എന്താണ്. ദർ ഇസ് എൻ അഡ്വക്കേറ്റ് ഹു ഇസ് എൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഈസ് എൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ, റൈറ്റ്? ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ഈസ് എൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. അയാൾ എന്ത് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലീഗൽ സർവീസ്. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എ ബിഗ് ബിസിനസ് എൻറ്റിറ്റി. വാട്ട് ഇസ് എ ബിഗ് ബിസിനസ് എൻറ്റിറ്റി? എ ബിസിനസ് എൻറ്റിറ്റി whose aggregate turnover in the preceding financial year is greater than threshold limit for registration. അതാണ് ബിഗ് ബിസിനസ് എൻറ്റിറ്റി. അങ്ങനെ ഒരു ബിഗ് ബിസിനസ് എൻറ്റിറ്റിക്ക് ഇഫ് an advocate has provided legal services, we have all learned that section 9(3) പ്രകാരം എന്താണോ എമൗണ്ട് അഡ്വക്കേറ്റ് ചാർജ് ചെയ്യുന്നത്, ഈ കേസിൽ 1 lakh ആണ് ലീഗൽ ഫീ ആയിട്ട് അഡ്വക്കേറ്റ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഈ 1 lakhന്റെ പുറത്തുള്ള GST 18,000 rupees has to be paid by the big business entity under RCM, reverse charge mechanism. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ്. എന്തിനാണ് ഇപ്പൊ സെക്ഷൻ 16(4) നമ്മൾ അത് പറയുന്നത്? ബിക്കോസ് ഈ ബിഗ് ബിസിനസ് എൻറ്റിറ്റി RCM അടയ്ക്കുന്ന 18,000 isn't it actually tax on inward supply for big business entity? ആണ്. കാരണം ബിഗ് ബിസിനസ് എൻറ്റിറ്റിയുടെ ഇൻവേർഡ് സപ്ലൈ ആണ് ലീഗൽ സർവീസ്. അതിനകത്ത് ബിഗ് ബിസിനസ് എൻറ്റിറ്റി അടച്ച ടാക്സ് ആണ് 18,000. സോ ഈ 18,000 rupees is also this big business entity's input tax credit. RCM ലയബിലിറ്റി ആണ്, സമ്മതിച്ചു. RCM അടയ്ക്കുകയും വേണം. He can also claim ITC. അങ്ങനെയെങ്കിൽ ഈ ITC ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അതെന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത് നമുക്ക് നോക്കാം. ഈ അഡ്വക്കേറ്റ് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. സോ അയാൾ ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പം he will not issue any document as per GST law. Why? Because he is not required to do so. അഡ്വക്കേറ്റ് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, അയാൾ GST അടയ്ക്കാൻ ലയബിളും അല്ല. ഓക്കെ, അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാൾ സാധാ ഒരു ബില്ല് എന്തോ ഇഷ്യൂ ചെയ്തു വിത്തൗട്ട് GST. കാരണം അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്, RCM ആണ്, അപ്പൊ എന്തായാലും റെസിപ്പിയന്റ് ആണ് അടയ്ക്കേണ്ടത്. സോ വിത്തൗട്ട് GST. എന്നാണ് ഇൻവോയ്സ് ബില്ല് റേസ് ചെയ്തത്? ഇറ്റ് ഇസ് നോട്ട് എ ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, ഇറ്റ് ഇസ് എ ബിൽ, സാധാ ഒരു ബിൽ, GST ഡോക്യുമെന്റ് അല്ല. He has issued it on 12th February 2024. ഓക്കെ, അങ്ങനെ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ രജിസ്റ്റേർഡ് പേഴ്സണിന് ഒരു സപ്ലൈ നടത്തി ആൻഡ് അതിന്റെ ടാക്സ് രജിസ്റ്റേർഡ് പേഴ്സൺ RCM അടയ്ക്കണമെങ്കിൽ നമുക്ക് സെക്ഷൻ 31 നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് ടു ഇഷ്യൂ എ ഡോക്യുമെന്റ് കോൾഡ് സെൽഫ് RCM ഇൻവോയ്സ്. കാരണം ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ITC എടുക്കണമെങ്കിൽ അതിനൊരു ഡോക്യുമെന്റ് വേണ്ടേ? അത് എന്ത് ഡോക്യുമെന്റ് ആണ്? GST ലോ പ്രകാരം ഒരു ഡോക്യുമെന്റും സപ്ലയർ തന്നിട്ടില്ല, തരാനുള്ള ലയബിലിറ്റിയും ഇല്ല. സോ അങ്ങനെയെങ്കിൽ ആ ITC എടുക്കാനായിട്ട് എനേബിൾ ചെയ്യാനായിട്ട് he himself will issue a self RCM invoice. ഓക്കെ, അങ്ങനെ ഈ ബിഗ് ബിസിനസ് എൻറ്റിറ്റി എന്ത് ചെയ്തു? RCM അടയ്ക്കണം എന്നുള്ളത് കൊണ്ട് ഒരു സെൽഫ് RCM ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു 5/5/2024. Why did he issue a self RCM invoice? Because section 31(3)(f) says so. 31(3)ൽ പറയുന്നുണ്ട് that if a registered person is receiving any inward supply from an unregistered person, the tax on which is liable to be paid by the recipient under RCM എങ്കിൽ the recipient will have to issue a self RCM invoice. അതുകൊണ്ടാണ് ഈ റെസിപ്പിയന്റ് സെൽഫ് RCM ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ now come to the question. ഓക്കെ, ഇനിയാണ് നമുക്ക് അതിന്റെ ക്ലാരിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ GST 18,000 rupeesന്റെ ITC എടുക്കാനുള്ള ടൈം ലിമിറ്റ് കണ്ടുപിടിക്കണമല്ലോ. ടൈം ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം 30th November ഓഫ് ദ സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പോ ഈ ബിൽ ഇഷ്യൂ ചെയ്തത് അഡ്വക്കേറ്റ് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ്? 23-24. ഓക്കെ, സെൽഫ് RCM ഇൻവോയ്സ് റെസിപ്പിയന്റ് ഇഷ്യൂ ചെയ്തത് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ്? ഫിനാൻഷ്യൽ ഇയർ 24-25. അപ്പം സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയർ കണ്ടുപിടിക്കുമ്പോൾ 23-24ന്റെ സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയർ നോക്കണോ അതോ 24-25യുടെ സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയർ നോക്കണോ? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഒരു ക്ലാരിഫൈ ചെയ്തു, നമുക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് GST ലോ പ്രകാരം ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ഇയർ നോക്കണ്ട. റെസിപ്പിയന്റ് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് സെൽഫ് RCM ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതെന്ന് നോക്കാം. ഇവിടെ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് റെസിപ്പിയന്റ് സെൽഫ് RCM ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്? ഫിനാൻഷ്യൽ ഇയർ 24-25. അങ്ങനെയെങ്കിൽ the time limit to avail this ITC of 18,000, ക്ലെയിമും അവെയിലും രണ്ടും സെയിം തന്നെയാണ്. Time limit to avail this ITC of rupees 18,000 is 30th November 2025. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയർ ആണ് എടുത്തത്? ഓർ ഡേറ്റ് ഓഫ് ഫൈലിംഗ് ആനുവൽ റിട്ടേൺ ഫോർ
financial year 24-25, whichever is earlier. So we are not concerned about the financial year in which that unregistered person has issued some document. Our financial year namukku relevant alla in case of RCM supplies. Okay, no? Is it clear? Yes. So ഇത്രേ പറയുന്നുള്ളൂ നമ്മുടെ അമെൻമെന്റിൽ. എന്താണ് പറയുന്നത്? Clarification on time limit under section 16(4) in respect of RCM supplies received from an unregistered person. ഒരു unregistered person ഒരു registered person സപ്ലൈ നടത്തി ആൻഡ് ഈ സപ്ലൈയിൽ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് RCM ടാക്സ് അടയ്ക്കണമെങ്കിൽ ഈ RCM ടാക്സിന്റെ ITCയും രജിസ്റ്റേർഡ് പേഴ്സണിന് ക്ലെയിം ചെയ്യാം. ആ ITC ക്ലെയിം ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സെക്ഷൻ 16(4) അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ പറഞ്ഞു എന്താണ് പറയുന്നത്? The relevant financial year for calculating time limit for availment of ITC under the provision of section 16(4) will be the financial year in which the invoice has been issued by the recipient. Yes, എന്താണ് relevant financial year? The financial year in which invoice has been issued by the recipient. ആ ഇൻവോയ്സിനെ നമ്മൾ എന്താ വിളിക്കുക? സെൽഫ് RCM invoice, because he himself is raising the invoice. It is not the supplier's invoice, but he himself is raising the invoice. അപ്പൊ നോക്കിയേ, section 16(4). എന്താണ് section 16(4)? What is section 16(4)? Time limit for availing or claiming ITC. What is the maximum time limit to claim ITC? 30th November of the succeeding financial year. അതായത് ഏതോ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഇൻവോയ്സ് കയ്യിലുണ്ട്, ആ ഫിനാൻഷ്യൽ ഇയറിന്റെ കഴിഞ്ഞിട്ട് വരുന്ന 30th November ഓർ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഇസ് earlier. അതാണ് ജനറലി നമുക്ക് ടൈം ലിമിറ്റ്. പക്ഷേ ഫോർ RCM ഇൻവോയ്സ്, ദാറ്റ് ഇസ് സെൽഫ് RCM ഇൻവോയ്സ് ആണെങ്കിൽ, ടു കമ്പ്യൂട്ട് ദ ടൈം ലിമിറ്റ് ഫോർ ക്ലെയിമിംഗ് സച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, the relevant financial year is the financial year in which self RCM invoice was issued by the recipient. ഇത്രയേ ഉള്ളൂ. അപ്പം ഈ സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വരുന്നതാണല്ലോ. അപ്പൊ ആ റെലവെന്റ് ഫിനാൻഷ്യൽ ഇയർ ഏത് ഫിനാൻഷ്യൽ ഇയർ ആണ്? സപ്ലയർ ഏതോ ഒരു ബില്ല് തരുന്ന ഫിനാൻഷ്യൽ ഇയർ ആണോ, അതോ റെസിപ്പിയന്റ് സെൽഫ് RCM ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഫിനാൻഷ്യൽ ഇയർ ആണോ? ഇവിടെ പറഞ്ഞു റെസിപ്പിയന്റ് എപ്പോഴാണോ സെൽഫ് RCM ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് അതാണ് അയാളുടെ റെലവെന്റ് ഫിനാൻഷ്യൽ ഇയർ. അത് കഴിഞ്ഞ് വരുന്ന 30th November നോക്കിയാൽ മതി. അപ്പൊ ഈ കേസിൽ എന്താണ് വന്നത്? സെൽഫ് RCM ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്തത്? 5/5/24. അപ്പൊ അത് റെലവെന്റ് ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 24-25. അത് കഴിഞ്ഞ് വരുന്ന 30th November എന്ന് പറയുമ്പോൾ 30/11/25 ഓർ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് വിച്ച് എവർ ഇസ് earlier. That is the last date to claim ITC of rupees 18,000. ഈ 18,000 rupeesന്റെ GST ആരാ അടച്ചത്? റെസിപ്പിയന്റ് RCM അടച്ചതാണ്. ആ 18,000 ITC എടുക്കാനുള്ള ടൈം ലിമിറ്റ് ആണ് ഇത്. Okay, I hope you're all clear with this amendment. If you have any doubts, you can just post a question in this group so that വേറെ ആർക്കെങ്കിലും similar doubt ഉണ്ടെങ്കിൽ it will be cleared. Okay, so I'll post the next set of amendments shortly.